ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വീണ്ടും നല്ലൊരു അവസരം പരിശുദ്ധാത്മാവിൽ നൽകപ്പെട്ടതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 2 തിമോഥെയോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 19-ാം തിരുവചനം. എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിലെല്ലാം ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ ദൈവത്തോട് കൂടെ നമ്മളെ അങ്ങ് ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 2 തിമോഥെയോസ് 2:12 പറയാണ്, നാം ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അവനോടുകൂടെ വാഴും. ദൈവത്തോട് കൂടെ എല്ലാ സമയത്തും നമ്മുടെ മരണത്തോളം എന്റെ പ്രിയമുള്ളവരെ ഉറച്ചു നിൽക്കണം. കർത്താവിന്റെ കൂടെ നിൽക്കണം. അത് പട്ടിണിയാകട്ടെ, ഉപദ്രവമാകട്ടെ, കഷ്ടനഷ്ടങ്ങളാകട്ടെ, നെടുവീർപ്പുകളാകട്ടെ, എത്ര നന്മ നമുക്ക് നഷ്ടമാകട്ടെ, എന്തുമാകട്ടെ, കർത്താവിന്റെ കൂടെ ഉറച്ചു നിന്നോണം. കാര്യം, നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല, നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ഓടേണ്ടവരുമല്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കർത്താവ് എന്നിൽ അതിൽ മഹത്വപ്പെടുന്നുണ്ടോ? എന്റെ സംസാരത്തിൽ, എന്റെ ഇടപെടലുകളിൽ കർത്താവ് മഹത്വപ്പെടുന്നുണ്ടോ? എന്റെ ശുശ്രൂഷയിൽ ഞാൻ ഇന്ന് ഈ സർവീസ് ചെയ്യുന്നതിന് മുമ്പ് കർത്താവിന്റെ മുമ്പിൽ ഇന്നത്തെ ഈ സർവീസ് വഴി കർത്താവെ അങ്ങയുടെ ജനത്തിന് എന്ത് ശ്രേഷ്ഠത ഉണ്ടാവും, എന്താണ് അവരിൽ അങ്ങ് ചെയ്യാൻ പോകുന്ന വളർച്ച, അല്ലെങ്കിൽ അവരേത് നിലയിലേക്കാണ് അങ്ങ് പണിയുന്നത് എന്നെല്ലാം ദൈവത്തിന്റെ ആത്മാവിൽ ചിന്തിക്കാനിടയായി. എന്റെ പ്രിയമുള്ളവരെ, കർത്താവിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ കുറെ വചനം പഠിച്ചു, അങ്ങനെ പഠിച്ച് ബൈഹാർട്ടാക്കിയ വചനം ഒരുപക്ഷെ നമ്മൾ പ്രഘോഷിക്കപ്പെടുന്നുണ്ടാകാം. പക്ഷെ കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യമേകി പിടിച്ച് ഉറച്ച് എന്ത് വെല്ലുവിളിയുടെ നടുവിൽ, ഏതവസരത്തിലും ഏത് സാഹചര്യത്തിലും നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് നിക്ഷേപിച്ചതും ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഉറച്ചു നിന്നോണം. ഇല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ ജീവിതം വെറുതെയായി പോകും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേക ഒരു ബന്ധനമാണ് പൈശാചിക ശക്തികൾ ദൈവമക്കളെ എടുത്ത് ഉപദ്രവിക്കുന്ന ഒരു ഏരിയയാണ് ചൈതന്യം കെടുത്തിക്കളയും. അതാണ് അതിന്റെ അതേ അധ്യായത്തിൽ തന്നെ, അതിന്റെ 3-ാം അധ്യായത്തില് 5-ാം തിരുവചനത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, 2 തിമോഥെയോസ് 3:5 പറയുന്ന ഇങ്ങനെയാണ്, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും. ഭക്തിയുടെ ബാഹ്യരൂപം, ഭക്തിക്ക് പുറമെയുള്ള രൂപമുണ്ട്. അവരുടെ കയ്യിൽ കൊന്തയുണ്ടാവും, അവർ പള്ളിയിൽ പോകുന്നവരായിരിക്കും, അവർ നേർച്ച ആഴ്ചകൾ നടത്തും, അവര് പെരുന്നാളുകളും പള്ളിയിലെ എല്ലാ ഉത്സവങ്ങളിലും അവര് ആനന്ദിക്കും. പുറമെയുള്ള കുരിശും കൊടയൊക്കെ അവരുടെ കയ്യിലുണ്ടാവും, അവരൊക്കെ അത് അണിഞ്ഞിട്ടുണ്ടാവും. ബാഹ്യമായ ഭക്തി. അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുള്ളവരായിരിക്കാം, അവർ ബൈബിൾ വായിക്കുന്നുണ്ടാകാം, എല്ലാ ആചാരങ്ങളും അവർ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നവരായിരിക്കാം. ബാഹ്യമായതെല്ലാം അവരിൽ ഉണ്ടാകാം. എന്നാൽ അതിന്റെ ചൈതന്യം എന്താണ്? ചൈതന്യം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരിൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് യൂദ എഴുതിയ ലേഖനത്തിൽ അതിന്റെ 20-ാമത്തെ തിരുവചനത്തിൽ നമ്മുടെ പവിത്രമായ വിശ്വാസത്തിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. നമ്മുടെ വിശ്വാസം പവിത്രമായ വിശ്വാസമാണ്. എന്തെങ്കിലും കുറെ ജാതികളുടെ ആരാധന പോലെയോ ജാതികളുടെ ആചാരം പോലെയോ അങ്ങനെ ഒരു ബന്ധമൊന്നും അല്ല ഈ ആത്മാവിലുള്ള വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. വീണ്ടും ജനിച്ച ആത്മാവിലുള്ള വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ജാതികളുടെ പള്ളി അമ്പലങ്ങളിൽ ചെണ്ട കൊട്ടുന്നു, ഇവരുടെ പള്ളികളിലും ഈ ഈ ഈ ഈ ബാഹ്യരൂപം നിലനിർത്തുന്നവരുടെ പള്ളികളിൽ ചെണ്ട കൊട്ടും, ബാഹ്യരൂപം നിലനിർത്തുന്നവരുടെ പള്ളികളിൽ എന്തൊക്കെ അക്രൈസ്തവരുടെ ഇടയിലൊക്കെ ഉണ്ടോ, എന്തൊക്കെ ജാതികളുടെ ഇടയിലുണ്ടോ, അതെല്ലാം തന്നെ ഇപ്പറയും ഉണ്ടാകും. അതാണ് ബാഹ്യരൂപം. പരിശുദ്ധാത്മാവ് ചെണ്ട കൊട്ടിയത് കൊണ്ടൊന്നും പരിശുദ്ധാത്മാവ് വരത്തില്ല. പരിശുദ്ധാത്മാവ് അങ്ങനെ ആരുടെയും കൂടെ അങ്ങനെ ചെണ്ട കൊട്ടിയാന്ന് ഇരിക്കത്തില്ല. പരിശുദ്ധാത്മാവിൽ, അതാണ് ആ യൂദ പറയുന്നത്. അതിന്റെ തൊട്ടു മുകളിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇന്ന് വളരെ കുറഞ്ഞു പോയ പരിശുദ്ധാത്മാവിന് വേദനയുള്ളത്, സ്വർഗത്തിന് ഏറ്റവും അധികം ഇന്നീ ദിവസം ഇത് പറയുമ്പോൾ ഏറ്റവും അധികം വേദനയുള്ളതായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം.
നമ്മുടെ ബാഹ്യമായ വിശ്വാസവും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസവും തമ്മിൽ ഭയങ്കര അന്തരമാണ്. ബാഹ്യമായ വിശ്വാസത്തിന് ആരെല്ലാം എന്തൊക്കെ കാണിക്കുന്നു അത് നമ്മൾ അനുകരിച്ചാൽ മതി. എന്നാൽ പരിശുദ്ധാത്മാവ് വിശ്വാസം വ്യക്തിപരമായിട്ടുള്ള വളർച്ചയാണ്, വ്യക്തിപരമായിട്ടുള്ള വിശ്വാസമാണ്. പരിശുദ്ധാത്മാവുമായി വ്യക്തിപരമായ ബന്ധത്തിലുള്ള വളർച്ചയാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. ഈ പരിശുദ്ധാത്മാവിലുള്ള ബന്ധവും പരിശുദ്ധാത്മാവിലുള്ള ജീവിതവും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസവും പരിശുദ്ധാത്മാവിലുള്ള വളർച്ചയും അത് ഒരു പുസ്തകം വായിക്കുന്നത് കൊണ്ടോ ആരുടെയെങ്കിലും പ്രസംഗം കേൾക്കുന്നതുകൊണ്ടോ ആരുടെയെങ്കിലും ക്ലാസ് കേൾക്കുന്നതുകൊണ്ടോ നല്ല പ്രഘോഷം കേൾക്കുന്നതുകൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല. ഇത് വ്യക്തിപരമായി പരിശുദ്ധാത്മാവുമായി കണ്ടുമുട്ടി പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ഏരിയയാണത് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് അപ്പുറം ഇപ്പുറമുള്ളവരെല്ലാം കാണിക്കുന്നതുകൊണ്ടാണ് ഞാനും അത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പുറം ഇപ്പുറമുള്ളവർ സ്വർഗത്തിൽ കിടക്കില്ല, നീയും സ്വർഗത്തിൽ കിടക്കില്ല. മറന്നു പോരുത്. ഞാൻ ഈ വചനത്തിന് മുമ്പിൽ ഇങ്ങനെ കർത്താവിന് മുമ്പിൽ ഇരുന്നപ്പോ കർത്താവ് പെട്ടെന്ന് എനിക്കൊരു വചനം തന്നതാണിത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നതാണ്, തിമോഥെയോസിനോട് പറയുന്നതാണ്. അതിന്റെ 2-ാം അധ്യായത്തില് 15-ാം തിരുവചനം, സത്യത്തിന്റെ വചനം ഉചിതമായി നീ കൈകാര്യം ചെയ്യണം. നിനക്ക് തോന്നിയതുപോലെ സ്വർഗം ഒരു വചനത്തിന് ഒരു രൂപം കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തിന് ഓരോ വചനത്തിനും സ്വർഗത്തിനൊരു രൂപമുണ്ട്. ആ രൂപം ഭൂമിയിലാക്കാനാണ് സ്വർഗത്തിലെ വചനം ഭൂമിക്ക് നൽകപ്പെടുന്നത്. അത് നമുക്ക് തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ച് അതിലൊന്നും പ്രസാദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. മറന്നു പോകരുത്. ഞാനിന്ന് വിശ്വകുർബാന പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ വേദനകരമായ, ദൈവത്തിന്റെ ആത്മാവിന് വേദന ഉണ്ടായ കുറെ സംഭവങ്ങൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയാണ്. ഈ ജനം ഭയങ്കര ഭക്തന്മാരാണ്. അവരുടെ ഭക്തിയെല്ലാം എത്തി നിൽക്കുന്നത് അവരുടെ ജീവിതവുമായിട്ട് ബന്ധത്തിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിലുള്ള വിശ്വാസവും സ്നേഹവും ദൈവിക ബന്ധമാണ്. ഈ ജനത്തിന് നിത്യതയെക്കുറിച്ച് ഒരു അറിവില്ല. എങ്ങനെ നിത്യത നമുക്ക് എങ്ങനെയാണ് സ്വർഗം ലഭിക്കുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മരിച്ചു ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ കുറെ പുണ്യങ്ങൾ ചെയ്ത് അതിനുശേഷം നമ്മൾ മരിച്ച് സ്വർഗത്തിൽ കയറുന്നു. ആ സിസ്റ്റം ഒന്നും അല്ല സ്വർഗം. സ്വർഗം ഇവിടെ വെച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ വെച്ച് സ്വർഗം ലഭിക്കാത്ത ആർക്കും മരിച്ചതിന് ശേഷം സ്വർഗം ലഭിക്കില്ല. ഇവിടെ നമ്മൾ സ്വർഗീയരായി സ്വർഗത്തിലുള്ളതെല്ലാം നമുക്ക് നൽകപ്പെട്ട് ഒരു സ്വർഗീയ മനുഷ്യനാക്കി ദൈവം നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പരിശുദ്ധാത്മാവുള്ളവരെല്ലാം സ്വർഗത്തിലാണ് വസിക്കുന്നത്. ഭൂമിയിൽ തൽക്കാലം കർത്താവ് നൽകിയ ഈ അവസരം ഭൂമിയിൽ വിനിയോഗിക്കുന്നതേ ഉള്ളൂ. നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ്. പരിശുദ്ധാത്മാവുള്ള എല്ലാവരും സ്വർഗത്തിലാണ്. പരിശുദ്ധാത്മാവിന്റെ കേൾവി, പരിശുദ്ധാത്മാവിന്റെ അറിയിപ്പ്. ദിവസമായിട്ട് ചുമയായിരുന്നു, ഇൻഫെക്ഷൻ ആയിരുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന മുന്നറിയിപ്പുകൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യങ്ങൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപ്പെടുത്തലുകൾ, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇത് ഞാൻ എടുത്തെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ വ്യക്തിപരമായി പഠിപ്പിക്കുന്ന ഒരു നിലയിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവമനുഷ്യനാണ്. ആ വ്യക്തി ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ. ആരൊക്കെ എന്തൊക്കെ അപ്പുറം ഇപ്പുറം പഠിപ്പിച്ചാലും അറിഞ്ഞാലും നമ്മുടെ കൺമുമ്പിലുണ്ടെങ്കിലും നിങ്ങൾ പത്രോസ് അപ്പോസ്തലനോട് അപ്പോസ്തല പ്രവൃത്തി 11:12 പറഞ്ഞതുപോലെ ആത്മാവ് പ്രേരിപ്പിച്ചു, ആത്മാവ് നിർബന്ധിച്ചു. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ആ ശുശ്രൂഷ ഏറ്റെടുത്തു, അല്ലെങ്കിൽ ആ എന്തിനു വേണ്ടി നിർബന്ധിച്ചോ ആ കാര്യം പത്രോസ് അപ്പോസ്തലൻ ഏറ്റവും ഭംഗിയായി ചെയ്തു. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് ഇല്ല. കർത്താവിനോട് നിങ്ങൾ പറയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയാണ്, കർത്താവ് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അങ്ങനെ ഒരു അറിവ് എനിക്കില്ലായിരുന്നു. അതൊന്നും കർത്താവിന്റെ മുമ്പിൽ ബാധകമല്ല. കർത്താവ് നമ്മളെ നയിക്കുന്ന നിലയിലുള്ള ജീവിതമാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. കർത്താവ് നമ്മളെ ഡയറക്റ്റ് ചെയ്ത് നമ്മളെ വ്യക്തിപരമായി നേരിട്ട് ദൈവം നമ്മളെ നയിക്കുന്ന നിലയിലാണ് പരിശുദ്ധാത്മാവുള്ള ജീവിതം. അത് ആരുടെയോ അറിവുള്ള, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി അറിവുള്ള ഒരാളുടെ പുസ്തകം വായിക്കുമ്പോൾ ലൂടെ കിട്ടുന്നതല്ല, അങ്ങനെ കിട്ടുന്നതല്ല. അതൊക്കെ ഒരു അറിവ് മാത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനോട് നിങ്ങൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവ് ഒരു ദിഗുണ്ട് സൃഷ്ടിക്കും.
പരിശുദ്ധാത്മാവോ രഹസ്യത്തിന്റെ ചുരുൾ അഴിച്ചു തരും. ഇല്ലെങ്കിൽ നമ്മൾ പലരെയും ഫോളോ ചെയ്യുകയാണെങ്കിൽ, പലരിൽ നിന്നാണ് ഇപ്പോൾ ഈ ഈ ഈ മിനിസ്ട്രിയെ അല്ലെങ്കിൽ ജോയ് ബ്രദറിന്റെ ശുശ്രൂഷ നല്ലത്, അത് കേൾക്കണം. അതല്ല നിങ്ങളുടെ വളർച്ച. നിങ്ങളുടെ വളർച്ച അതല്ല. ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം ഞാൻ ദൈവത്തിന്റെ ആത്മാവ് ശ്രദ്ധിക്കുന്ന കാര്യം, ദൈവം നിങ്ങളോട് പറയാൻ എന്താ ആഗ്രഹിക്കുന്നു അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഞാനുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. എന്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളും ദൈവത്തിന്റെ ആത്മാവും തമ്മിലുള്ള ബന്ധത്തിലാണ് നിങ്ങളുടെ നിത്യത. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിത്യത നമുക്ക് ലഭിക്കുകയില്ല. നമുക്ക് തെറ്റുപറ്റരുത്. ഒത്തിരി പേര്, ഹല്ലേലൂയ, ഒത്തിരി ആത്മാക്കൾ നഷ്ടപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൽ. ഒത്തിരി ആത്മാക്കൾ, ആളുകളെ ദൈവം നിത്യതയിലേക്ക് നയിക്കാൻ ഏൽപ്പിച്ച നേതൃത്വ നിരകളെല്ലാം ആളുകളെ വിശ്വാസിയാക്കി നിർത്തുകയാണ്. അവരെ യേശുവിന്റെ പകരക്കാരാക്കി, യേശുവിന്റെ ശിഷ്യന്മാരാക്കി എടുക്കുന്നില്ല. അവരെ വിശ്വാസികളുടെ തലത്തിൽ മാത്രമാണ് നിർത്തുന്നത്. യേശുവിന്റെ ശിഷ്യന്മാരാക്കുക. നിങ്ങൾ ലോകം മുഴുവനും പോയി സകലരെയും ശിഷ്യരാക്കുക, ശിഷ്യപ്പെടുത്തുക. അപ്പൊ ആ ശിഷ്യത്വം അതിലേക്കാണ് നമ്മൾ വളർത്തിയിരിക്കുന്നത്. അതിന് നമ്മളെ ദൈവം ചിലരെ ഉപയോഗിക്കും. ഒരു പരിധിവരെ ദൈവം നമ്മളെ വളർത്തിയെടുക്കാൻ ഒരു പരിധിവരെ ചില പ്രവാചകന്മാരെ ദൈവം ഉപയോഗിക്കും. അത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ നയിക്കപ്പെടേണ്ടത്. എപ്പോഴും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു സൃഷ്ടി സ്വർഗത്തിലില്ല. പിന്നെ വ്യക്തിപരമായി പരിശുദ്ധാത്മ പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ആരുടെയൊക്കെ ഹൃദയത്തിൽ ഒരു എന്തോ ഒരു അസ്വസ്ഥ വെളിപ്പെടുന്നുണ്ട്. അത് നമ്മുടെ കുറവാണ്. അവിടെയാണ് സാത്താൻ നമ്മൾ ബന്ധിക്കുന്നത്. ആത്മീയ സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കൾ കയറി നമ്മുടെ വിശ്വാസത്തിന്റെ മേഖലകളെ ബന്ധിക്കുന്ന അവന്റെ ചില ഇടപെടലുകൾ ഉണ്ട് എന്ന് പരിശുദ്ധാത്മ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഈ ശുശ്രൂഷ ഇങ്ങനെ നടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ദൈവം വിളിച്ച് അഭിഷേകം ചെയ്ത് ശുശ്രൂഷിക്കാൻ ദൈവം നിയോഗിച്ചവർ, അവരുടെ അടുക്കിലേക്ക് ദൈവം തന്റെ ജനത്തെ അയക്കും. അവരെ ശിഷ്യരാക്കാൻ വേണ്ടി അയക്കുന്നു. അവരെ വിശ്വാസിയാക്കാനല്ല, ശിഷ്യരാക്കുവാൻ. എന്താണ് ശിഷ്യന്റെ പ്രത്യേകത? ശിഷ്യൻ പിന്നീട് ഗുരുവിനെ പോലെ ആകാനിരിക്കുന്ന ഒരു ഗുരുവാണ്. അതാണ് എന്നെ പോലെ നിങ്ങളായിരിക്കണം. അതാണ് ഈശോയുടെ ആഗ്രഹം. ഹല്ലേലൂയ. എന്നെ പോലെ നിങ്ങളായിരിക്കണം. അങ്ങനെയാണെങ്കിലേ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങൾക്കും ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, ഈ ബുദ്ധി കൊണ്ട് ഇതൊന്നും ചിന്തിക്കരുത്. നമ്മൾ ആത്മാവിൽ ചിന്തിക്കുക. ബാഹ്യമായ ഒരു തലത്തിലും നമുക്ക് ആത്മാവിലുള്ള വീണ്ടും ജനനത്തിന്റെ അഭിഷേകമോ നമ്മളിൽ ഒരു രൂപാന്തരീകരണമോ ബാഹ്യമായ ഒന്നും ചെയ്താൽ സംഭവിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മ ചിലത് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ അറിയാതെ ചെയ്യും. നമ്മളുടെ ജീവിതത്തിൽ വചനവുമായി പൂർണ്ണമായ ബന്ധവും ആ വിശുദ്ധതയും നമ്മളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ദുഷ്ടാരൂപിയായ അശുദ്ധാത്മാക്കൾ, അൺക്ലീൻ സ്പിരിറ്റ് നമ്മുടെ ഏതൊക്കെ ഏരിയകളിൽ ബന്ധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടാകണം, നല്ല ബോധ്യം ഉണ്ടാകണം. അല്ലെങ്കിൽ അവൻ നമ്മുടെ വിശ്വാസം വികലമാക്കും. നമ്മളിങ്ങനെ 40 വർഷമായാലും 50 വർഷമായാലും 10 വർഷമായാലും 20 വർഷമായാലും ഇങ്ങനെ ജീവിച്ച് മരിച്ചു. ഒരു വലിയ പ്രാർത്ഥനക്കാരന്റെ വീട്ടില് എന്നെ അവര് 95 96 എപ്പോഴൊക്കെയോ അവരെന്നെ അവരുടെ വണ്ടിയിൽ വിളിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൊണ്ടുപോകുമായിരുന്നു. നല്ലൊരു സമർപ്പണമുള്ള ഒരു ചേച്ചി, നല്ലൊരു ചേട്ടൻ. ആ ചേട്ടൻ ഒരു രോഗാവസ്ഥയിലാണ്. ഞാനിന്ന് പള്ളിയിൽ വിസ്തുർബാന കഴിഞ്ഞ് ആ ചേട്ടന്റെ വീടൊന്ന് സന്ദർശിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, ചില കാര്യങ്ങൾ പങ്കുവെച്ചതിന് ശേഷം കർത്താവ് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആൾക്കുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ അപ്പനോ ആയി നിങ്ങൾക്ക് കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായ ആ മുറിവും ഇന്ന് വരെ ഉണങ്ങിയിട്ടില്ല. ആ സംഭവം ഇന്ന് വരെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വലിയ ദുഃഖമുണ്ടായ അല്ലെങ്കിൽ വലിയ അകൽച്ച ഉണ്ടായ, ഹൃദയത്തിൽ അകൽച്ച ഉണ്ടായ, അപ്പനോടും അമ്മയോടൊക്കെ അകൽച്ച ഉണ്ടായ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അദ്ദേഹം നല്ല രോഗാവസ്ഥയിലാണ്, വളരെ സീരിയസിലാണ്. അദ്ദേഹം വളരെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ബ്രദറെ, എന്റെ കല്യാണം കഴിച്ച വർഷം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ മൂത്ത മോനെ ഏകദേശം 50 ചില്ലറ വയസ്സുണ്ട്. ആ കാലത്ത് ആ അമ്മയും അപ്പനുമായിട്ട് ഒരു പ്രശ്നമുണ്ടായി. ആ അമ്മ മരിക്കുന്നവരെ സംസാരിച്ചിരുന്നില്ല. അമ്മയുടെ കാലൊക്കെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്റെ പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോടുള്ള ഒരു രമ്യതയില്ലായ്മ, ഒരു വൈരാഗ്യ ബുദ്ധി കർത്താവ് കാണിക്കുകയാണ്.
നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ്. നമുക്ക് ഈ ഭൂമി സ്വന്തമല്ല. അതുകൊണ്ട് തന്നെ വചനത്തിന്റെ സാക്ഷി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയണം. പരിശുദ്ധാത്മാവ് പറയണം, മോനെ നീ ഇന്നതയോർത്ത് അനുദപിക്ക്. അങ്ങനെ അനുദപിക്കും. നമ്മളെ കൊണ്ട് പരിശുദ്ധാത്മാവ് അനുതാപം നൽകി, അനുതാപത്തിന്റെ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. കർത്താവെ, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ അനുദപിച്ചുകൊണ്ടേയിരിക്കും. ആ അനുതാപമാണ് സ്വർഗീയനായ മനുഷ്യനെ വളർത്തിയെടുക്കുന്ന വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആദ്യ ഭാഗം. നമ്മൾ എത്ര ദൈവത്താൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷകനാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അനുതാപം ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിന് യോജിച്ചവരാണ്. കർത്താവിന് എപ്പോ വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കർത്താവ് ഉപയോഗിക്കില്ല. ഹല്ലേലൂയ. വളരെ അപകടകരമായ ഒരു ഏരിയയാണ് പരിശുദ്ധാത്മാവിന്റെ വചനത്തിൽ സാക്ഷ്യമുണ്ടാവുക. കുറെ വചനം കേൾക്കുന്നുകൊണ്ടോ വചനം പഠിക്കുന്നുകൊണ്ടോ ഒരു വിശാലതയുള്ള, നിർമ്മലതയുള്ള, സത്യസന്ധതയുള്ള, സ്നേഹമുള്ള, തീഷ്ണതയുള്ള, ജനത്തിന്റെ സാക്ഷ്യമുള്ള ഒരു നല്ല ജീവിതം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ യഥാർത്ഥവണ്ണം പണിയണമേ, യഥാർത്ഥമായി പണിയണമേ. പരിശുദ്ധാത്മാവെ, കട്ടപ്പെട്ട എല്ലാ മേഖലകളും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഴിഞ്ഞുപോട്ടെ. അങ്ങയുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ജീവിത അനുഭവങ്ങളിൽ, അവരുടെ ജീവിത വഴികളിൽ, അവരുടെ ജീവിത ബന്ധങ്ങളിൽ, അവർ കണ്ടുമുട്ടുന്ന ഏരിയകളിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവെ, എല്ലാ ജഡത്തിന്റെ കെട്ടുകൾ, ലോകത്തിന്റെ കെട്ടുകൾ, ലോകത്തിന്റെ ഇമ്പങ്ങൾ, മായാമോഹങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സ്വാധീനത്തെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ ശാസ്ത്രിക്കുന്ന കർത്താവെ, സത്യസന്ധമായ ആ സത്യവിശ്വാസം, യഥാർത്ഥമായ വിശ്വാസം നിന്റെ മക്കൾ കാത്തു സൂക്ഷിക്കുവാൻ ഇടം നൽകണമേ. പരിശുദ്ധാത്മാവെ, അങ്ങനെ അങ്ങയുടെ ആത്മശക്തി അങ്ങയുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ സമയം പകരപ്പെടണമേ എന്ന് പാടും. എല്ലാ കെട്ടുകളും പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ, സാത്താന്യ ശക്തികൾ, അശുദ്ധാത്മാക്കൾ, അങ്ങനെ പ്രിയപ്പെട്ടവരെ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ അഴിയട്ടെ. ജഡത്താൽ കെട്ടിയത്, ചിന്തകളിൽ കെട്ടിയത്, കാഴ്ചകളിൽ കെട്ടിയത്, ആഗ്രഹങ്ങളിൽ കെട്ടിയത്, വാക്കുകളിൽ കെട്ടിയത്, കൈകാലുകളിൽ കെട്ടിയത്, ലൈംഗിക അവയവം കൊണ്ട് സ്വാധീനിച്ച് ബന്ധിച്ചത്, ഹൃദയവിചാരങ്ങളിൽ ബന്ധിച്ചത്, കർത്താവിന്റെ മക്കളുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയകളിലും പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവരുടെ കുടുംബജീവിതം, ഇവരുടെ ശുശ്രൂഷ ജീവിതം, ഇവരുടെ ആത്മീയ മേഖലകള്, ഇവരുടെ പ്രാർത്ഥനാ ജീവിതം, ഇവരുടെ സ്വകാര്യമായി അങ്ങുമായിട്ടുള്ള ബന്ധം, അതിനെ ഉലയ്ക്കുന്ന, അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അതിനെ വികലമാക്കുന്ന എല്ലാ തെറ്റായ ബോധ്യങ്ങൾ, പ്രബോധനങ്ങൾ, തെറ്റായ വിശ്വാസ രീതികൾ, വിശ്വാസത്തിന്റെ ചില വികലതകൾ, ചില വിജാതി ആചാരങ്ങളുടെ അടിമത്തങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കെട്ടുകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ ഏരിയകളിൽ നിന്ന് അഴിഞ്ഞു പോട്ടെന്ന് കൽപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറെ പാമ്പുകള് എടുത്തിയാടി ഇഴഞ്ഞ് ഓടിപ്പോകുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. ചില പാറകള് പൊങ്ങി നിൽക്കുന്ന ശുശ്രൂഷ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ, വിശുദ്ധ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ തടയുന്ന പൈശാചിക ശക്തികൾ, ഭൗതിക മേഖലകളിൽ പൈശാചിക ശക്തികൾ ഉപദ്രവിക്കുന്ന, തടയുന്ന ചില കല്ലുകളെ കർത്താവിന്റെ ആത്മാവ് ഉടച്ചു കളഞ്ഞതായിരിക്കുന്ന ആത്മാവിൽ കാണുന്നു. ചില മേഖലകളിൽ ഇരുളുണ്ടായിരുന്നു. ഇതാ ദൈവത്തിന്റെ ആത്മാവ് അവിടെ എല്ലാം പ്രകാശം അടിപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. യേശുവിന്റെ ആത്മാവ് ചില കോപത്തിന്റെ കെട്ടുകളെ കർത്താവ് അടിച്ചു കളയുന്നതായിട്ട് ഞാൻ കാണുന്നു. ചില പിണക്കം, ചില വൈരാഗ്യ ബുദ്ധികള്, അങ്ങനെയുള്ള ചില കെട്ടുകളെ കർത്താവ് അഴിച്ചു കളയുന്നതായിട്ട് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ചില ലൈംഗിക അശുദ്ധികളെ, ലൈംഗിക കെട്ടുകളെ, ജഡത്തിന്റെ മോഹങ്ങളെ,
കർത്താവ് അഴിച്ചു കളയുന്നതായിട്ട് ഞാൻ ആത്മാവിൽ കാണുന്നു. ശല റബ ബ ബ ബ റബ 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 ബ റബ ബ റബ 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 ആ ശിരി കരബില കല ബ റബ 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 നടുവിന്റെ കഴുത്തിന്റെ താഴോട്ട് ആ ജോയിന്റുകളിൽ ആ ആ ആ അസ്ഥികളുടെ ആ ഇണക്കുകളുടെ ഇടയിൽ എന്തൊക്കെയോ നീർക്കെട്ട് പോലുള്ള ചില രോഗപീഠകളെ, ദുഷ്ടം കെട്ടിവെച്ചിരിക്കുന്ന ചില രോഗപീഠകൾ ചില ശരീരങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ ആത്മാവിൽ കാണുന്നു. നിങ്ങൾ സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോ. ഈ സമയം നിങ്ങളുടെ ശരീരത്തിൽ ദുഷ്ടൻ കെട്ടിയ സാത്താന്യ ശക്തികൾ, അശുദ്ധാത്മാക്കൾ, രോഗദുരാത്മാക്കൾ കെട്ടിയ ചില കെട്ടുകൾ ശരീരത്തിൽ അഴിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ ആത്മാവിൽ കാണുന്നു. ശാല പറ 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 ചില വിട്ടുമാറാ തലവേദനകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞുപോട്ടെ. ശറ പറ 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 ഉറക്കത്തിന്റെ പീഡകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ശല പറ 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 ഒരു കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന ഒരു ജീവിതത്തെ കർത്താവ് തൊടുന്നതായിട്ട് തന്നെ കർത്താവ് കാണിക്കുന്നു. ശല പറ 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 സാത്താന്യ ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവരുടെ കുടുംബ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, ജീവിത പങ്കാളികളിലെല്ലാം ഉപദ്രവം കൊണ്ടുവരുന്ന, ഐക്യമില്ലാതെ ഐക്യം നഷ്ടപ്പെടുത്തുന്ന, കലഹം കൊണ്ടുവരുന്ന ചില പീഡകളെ യേശുവിന്റെ നാമത്തിൽ അഴിക്കുന്ന കർത്താവ് നിബർസ്തോറിയ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുവട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ശലബറ പറ 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 ശലബറ പറ 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 പറ. ആമീൻ ആമീൻ ആമീൻ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഇതാ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു, അതിലിങ്ങനെ മുദ്രിതമായിരിക്കുന്നു. കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. അത് നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ദൈവം ചെയ്യേണ്ട കാര്യമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഉറച്ചു നിർത്തുന്ന ദൈവമാണ്, അത് ദൈവം ചെയ്യും. പക്ഷെ കർത്താവിന്റെ കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് നമ്മൾ ചെയ്യണം. അതൊരിക്കലും ദൈവം ചെയ്യത്തില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, നിങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവുമായി ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാക്ഷ്യത്തിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കണം. കർത്താവ് എനിക്കൊരു വിശുദ്ധി നൽകണം, വിശുദ്ധിയുടെ കൃപ എന്നിൽ നിറയ്ക്കണം, പാപത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ഓടി മാറാനുള്ള കൃപ എനിക്ക് നൽകണം. അങ്ങനെ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ച് 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 ആ വിശുദ്ധി കൊണ്ട് നമ്മൾ നിറയും. ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ പോരാ, 2 ദിവസം പ്രാർത്ഥിച്ചാൽ പോരാ, പ്രാർത്ഥിച്ച് 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 നിറഞ്ഞ് നിറഞ്ഞ് നമ്മളങ്ങ് വളരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പ്രഖ്യാപനം നമ്മുടെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കുകയാണ്. 2 തീമോഥെയോസ് 2:2. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്ന് കൊടുക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പകർന്നു കൊടുക്കുക. ദൈവം നമ്മളിൽ നിക്ഷേപിച്ച കൃപാവരങ്ങൾ, അഭിഷേകം, ദൈവശക്തി, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവിക വെളിപാടുകൾ, ദൈവിക ബോധ്യങ്ങൾ, ദൈവം പഠിപ്പിച്ച കാര്യങ്ങൾ, ഇത് നമ്മൾ പകർന്നു കൊടുക്കുക. നമ്മളിലുള്ള കൃപാവരങ്ങൾ പകർന്നു കൊടുക്കുക. ഇത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. പകർന്നു കൊടുക്കുക, പകർച്ച, ആ ഇമ്പാർട്ടേഷൻ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചില ഒരുങ്ങി നല്ല ഒരുക്കത്തിൽ, ദാഹത്തിൽ നമ്മൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുകയാണെങ്കിൽ, എന്നിൽ ദൈവം നിക്ഷേപിച്ച ഈ കാലം എത്രയും കൊണ്ട് ദൈവം നിക്ഷേപിച്ച സകല അഭിഷേകവും, ദൈവശക്തിയും, ദൈവ സാന്നിധ്യവും, ദൈവപ്രവൃത്തിയും നിങ്ങളെ പോലും അറിയാതെ എന്നിൽ നിന്ന് ദൈവം നിങ്ങളുടെ മേലേക്ക് പകരുന്നത്. ഇനി എനിക്ക് അത് നിങ്ങളുടെ മേൽ പകരുവാൻ കഴിയും. നിങ്ങൾക്ക് എൻ്റെ മേൽ കിടക്കുന്ന ആ പുതപ്പിനു വേണ്ടി ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ കർത്താവെ, ആ അഭിഷേകത്തിന്റെ മേലുള്ള, ആ ശുശ്രൂഷകന്റെ മേലുള്ള ആ പ്രവാചക അഭിഷേകം, ആ കൃപാവര അഭിഷേകം എൻ്റെ മേൽ പകരണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇത് പകർന്നു തരും. ഇത് എല്ലാ കാലത്തും കൈമാറുന്ന ഒരു അഭിഷേകമാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്
ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു അപ്പോസ്തലന്റെ അഭിഷേകവും ഒരു പ്രവാചകന്റെ അഭിഷേകവും, പ്രവാചകന്മാരാരും ഇവിടുന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അതിവിടെ പകരപ്പെടുകയാണ്, പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ സ്വർഗത്തിൽ മുഴുവനും അഭിഷേകമാണ്. സ്വർഗത്തിൽ മുഴുവനും അഭിഷേകം നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ട് ഇവിടെ ലഭിച്ച അഭിഷേകമായിട്ട് അവർക്ക് അവിടെ പോകേണ്ടതില്ല. അതിവിടെ തന്നെ, ഇവിടെ നിന്ന് തന്നെ മറ്റൊരാളുടെ മേലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു കൂട്ടായ്മയിലേക്ക്, മറ്റൊരു ശിഷ്യനിലേക്ക് പകർന്നു കൊടുത്തിട്ടാണ് അവരെല്ലാവരും പോയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ ഈശോമിശിഹായെ സ്തുതി കൊടുക്കുമ്പോൾ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഒക്കെ സ്തുതി കൊടുക്കും. എന്റെ കാവൽ ദൂതന്മാർക്ക് സ്തുതി കൊടുക്കും. പിതാവാം ദൈവത്തിന് സ്തുതി കൊടുക്കും. പുത്രനായ യേശു, എന്റെ രക്ഷകനായ ഈശോയ്ക്ക് സ്തുതി കൊടുക്കും. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാ സ്തുതി കൊടുക്കും. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, പ്രവാചകന്മാരെ, നിങ്ങളുടെ മേൽ ആ കാലത്ത് ഉണ്ടായിരുന്ന ആ പ്രവചനാഭിഷേകം ഈ ഭൂമിയിൽ ഇന്ന് എവിടെ ഉണ്ടോ അതെന്റെ മേൽ പകരണമേ. അവരുടെ അഭിഷേകം കൊണ്ടാണ് ഈ ഭൂമിയിൽ പുതിയ ദൈവശുശ്രൂഷ നടക്കുന്നത് എന്നൊന്നും അതിനർത്ഥമില്ല. അവരുടെ അഭിഷേകമാണെന്നില്ല. ദൈവത്തിന്റെ മുമ്പിൽ ഇനി എത്രയോ പ്രവാചകന്മാർ എഴുന്നേൽപ്പിക്കുന്ന അഭിഷേകം ഓൾറെഡി ഉണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, എന്നിരുന്നാലും നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മുടെ അപ്പൻ നമുക്കൊരു യാത്ര കൂലി തന്നു, അല്ലെങ്കിൽ അതിന് പോകേണ്ട ഒരു പണം തന്നു. നമ്മുടെ അമ്മയോട് നമ്മൾ പറയാണ് പോട്ടെ അമ്മയെന്ന് പറയുമ്പോൾ, ഒരു ദീർഘദൂര യാത്രയൊക്കെ ആണെങ്കിൽ അമ്മയുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തരുന്നത് പോലെ ഈ ഭൂമിയിൽ ദൈവത്തിൽ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, ദൈവം നിക്ഷേപിച്ചവരിൽ നിന്നും ലഭിക്കുന്നതുണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ പ്രാപിക്കണം. ഇതിന് രണ്ടിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം, അറിവുണ്ടാകണം, ദാഹമുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കാനുള്ള ഒരു കൊതി എപ്പോഴും ഉണ്ടാവണം. പ്രാപിക്കാൻ, പകർന്നു കൊടുക്കുന്നതിന് മുമ്പ് മാക്സിമം പ്രാപിക്കുക, പകർന്നു കൊടുക്കുക. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. നീ എന്നിൽ നിന്നും പ്രാപിച്ചത് നല്ല കഴിവുള്ള കർത്താവിന് പ്രയോജനകരമാകുന്നവരെ നീ കണ്ടെത്തിയാൽ അവരുടെ മേൽ നിന്റെ മേലുള്ളത് ഞാൻ പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ പകർന്നു കൊടുക്കും. ആ ഒരു പകർച്ച. പ്രിയമുള്ളവരെ, ഈശോ പറഞ്ഞില്ലേ, എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഇതാണ് പകർച്ച. ഈശോ പറയാണ്, നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിൽ നിങ്ങൾ ചെന്ന ഉടനെ നിങ്ങളുടെ മേലുള്ള എന്നിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചെടുത്ത ആ സ്നേഹാഭിഷേകം, സമാധാനത്തിന്റെ അഭിഷേകം, ആ സമാധാനത്തിന്റെ അഭിഷേകം നിങ്ങൾ ആ ഭവനത്തിൽ ആശംസിക്കുക, എന്ന് പറഞ്ഞാൽ പകർന്നു കൊടുക്കുക. അവിടെ അത് പ്രാപിക്കാൻ യോഗ്യതരായി ആരുമില്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ റിട്ടേൺ വരും. അപ്പൊ ഈ അഭിഷേകത്തിന്റെ ഒരു പ്രത്യേകതയാണ് കൊടുക്കുവാനും തിരിച്ചെടുക്കുവാനും പകരുവാനും റിട്ടേൺ സ്വീകരിക്കുവാനും അഭിഷേകത്തിന് കഴിയും. ആരുടെ മേലാണ് ഈ അഭിഷേകം? ഈ അഭിഷേകം എനിക്ക് സ്വന്തമാണ്. അതാണ് നമ്മള് യോഹന്നാൻ എഴുതിയ 1 യോഹന്നാൻ 2:27 ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും, വേറൊരു ടീച്ചർ വന്ന് പിന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, വേറൊരാളുടെ പാഠപുസ്തകം നോക്കി നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം യഥാവണ്ണം എന്താ പറയാ, ശരിയായ നിലവാരത്തിൽ നിങ്ങളുടെ മേലേക്ക് പകരപ്പെടുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടീച്ചർ വേണ്ട, നിങ്ങളൊരു ടീച്ചറാണ്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന അഭിഷേകം, നിങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കുവാൻ തുടങ്ങും. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നിങ്ങളിൽ വന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങളെ ശക്തരാക്കും. നിങ്ങളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ പരിശുദ്ധരാക്കും. നിങ്ങളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വർഗീയരാക്കും. നിങ്ങളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, അതൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഭക്തിയല്ല, ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലോ ഏതെങ്കിലും വിശുദ്ധന്റെ കബറ്, അതൊക്കെ ഒരു കാലമാണ്, അതൊരു റേഞ്ചാണ്, അതൊരു കാലമാണ്. ഒരു അൽഫോൻസാമയ്ക്കോ ഒരു പത്രോസ് അപ്പോസ്തലന് പോലും നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. പത്രോസ് അപ്പോസ്തലൻ തന്നെ കൃത്യമായിട്ട് പറയാ, നീതിമാൻ കഷ്ടിച്ചല്ലേ രക്ഷപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പാപികളുടെയൊക്കെ അവസ്ഥ എന്താ?
അപ്പോസ്തലന്മാർക്ക് പറയാനുള്ള കാര്യം ഇതാ, ഞങ്ങൾ കഷ്ടിച്ചാ രക്ഷപ്പെടുന്നത്, ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ ആകെ രക്ഷ എവിടെയാ? അപ്പോസ്തലൻ പഠിപ്പിക്കുന്നതല്ലേ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടാൻ ഏക രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. ഒരു അൽഫോൺസാമന്റെ കയ്യിലോ, ഒരു വിശുദ്ധന്റെ കയ്യിലോ, ഒരു പ്രവാചകന്റെ കയ്യിലോ, ഒരു മനുഷ്യന്റെ കയ്യിലും, ഒരു ദൈവ ശുശ്രൂഷകന്റെ കയ്യിലും യേശുക്രിസ്തു നൽകപ്പെടുന്ന സൗജന്യ രക്ഷ ദൈവം കൈമാറിയിട്ടില്ല. ഇതെല്ലാം നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു മുതൽക്കൂട്ടിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്കൊരു ചവിട്ടുപടിയാണ്. അങ്ങനെ ഒരു അഭിഷേകമുണ്ട്, അങ്ങനെ ഒരു ബന്ധമുണ്ട്, അങ്ങനെ ഒരു സാധ്യതയുണ്ട്, അങ്ങനെ ഒരു തലമുണ്ട്. അതൊരിക്കലും ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് അവരുടെ ആ മേഖലകളിൽ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണത്. പക്ഷെ അതല്ല നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നേ. ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ കവറിൽ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, അങ്ങനെ വചനം പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഏതിനെങ്കിലും ഒക്കെ പോയി ഡിപ്പെൻഡ് ചെയ്ത്, ചിലര് തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി വല്ലാണ്ടാവുകയാണ്. ജാതികളെക്കാളും ഭയങ്കര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയാണ്. കോഴിവെട്ട്. ഒരിക്കൽ എടപ്പള്ളി പള്ളീന്റെ സൈഡിൽ കൂടെ എറണാകുളത്തേക്കൂടെ പോകുമ്പോ അവിടെ എല്ലാം ചട്ടിയും കലവും വെച്ചോണ്ട് ഇങ്ങനെ കുറച്ച് കോഴിവെട്ടാണ്. ഹൈവ മൊത്തം, ആ പ്രദേശം മൊത്തം. ഹല്ലേലൂയ. ആരും കോഴി വെട്ടിയതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും ഭക്ത ആചാരം ചെയ്യുന്നതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഞാൻ ഈ പറയുന്ന ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശുദ്ധരായി സ്വർഗത്തിൽ പോകാനുള്ള കർത്താവിന്റെ ആഹ്വാനമാണ് ഈ കേൾക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും അധികം പ്രാർത്ഥന ഉളവാകുന്ന, കർത്താവെ എന്നോട് കരുണ തോന്നണമേ, എന്റെ ആത്മാവിനോട് കരുണ തോന്നണമേ എന്നാണ് ഞാൻ ഏറ്റവും അധികം ഉരുകി പ്രാർത്ഥിക്കുന്നത്. കാരണം എന്റെ രക്ഷ, എന്നെ ഈ ഭൂമിയിൽ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. ആ കർത്താവിന്റെ ആത്മാവ് വഴിയാണ് എന്റെ രക്ഷ. ആരും വികലമായി പോകരുത്. ആരും എന്തോ പറഞ്ഞു, അത് അവര് പറഞ്ഞതാ, സ്വർഗം പറഞ്ഞതല്ല. ഹല്ലേലൂയ. ഈ വചനം എന്ത് പറയുന്നു? ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിക്കാൻ വേറൊരു നാമമില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഈ കാലഘട്ടത്തിൽ സാത്താൻ സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാവ് അവന്റെ വിത്ത് വിതയ്ക്കുന്ന ഒരു ഏരിയ ഇതിന്റെ അകത്ത് തന്നെയാണ്. സഭയ്ക്കകത്താണ് വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറയാറുണ്ട്. പ്രിയമുള്ളവര്, ഞാൻ അവിടെയെല്ലാം ചെല്ലുമ്പോ കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല എന്ന് പറഞ്ഞു സ്ഥലം വിടും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ അവിടെ ഇവിടെ പോയി നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധാത്മാവിലായിരിക്കണം നമ്മുടെ വിശുദ്ധ ജീവിതം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടത് മക്കളെ പകർന്നു കൊടുക്കണം. കണ്ടോ? ആ പകർച്ച നമ്മൾ പ്രാപിക്കണം. പഴയ നിയമത്തിൽ ദൈവം ഇറങ്ങി വന്ന് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തില്, സംഖ്യ 11-ന്റെ ഒരു 24 എനിക്ക് തോന്നുന്നു. ആരെങ്കിലും വചനം കിട്ടിയെങ്കിൽ വായിച്ചു നോക്കിയ സംഖ്യാപുസ്തകം 11:24 എന്താണെന്ന് നോക്കിയ. സംഖ്യ 11:24. ഹല്ലേലൂയ. ആരെങ്കിലും ലൈനിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ആരെങ്കിലും വായിക്കാവോ? യേശുവേ. ഹല്ലേലൂയ. സംഖ്യ 11:24 ശ്രദ്ധിച്ചു കേട്ടെ. മോശ പുറത്തു ചെന്ന് കർത്താവിന്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കളിൽ 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ പകർച്ച പ്രാപിച്ച എല്ലാവരും അപ്പോൾ പ്രവചിക്കാൻ തുടങ്ങി. മോശ ഒരു പ്രവാചകനാണ്. മോശയിൽ നിന്ന് പകരപ്പെട്ട അഭിഷേകത്തിൽ പ്രവചനങ്ങളുടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു പങ്കുണ്ടായിരുന്നു.
അവരുടെ മേലേക്ക് പകർന്ന ഉടനെ തന്നെ അവരെല്ലാവരും പ്രവചനം കൈകാര്യം ചെയ്യാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ദൈവത്തിന് ഈ മോശയുടെ കയ്യിലുള്ളതും കൂടെ എടുത്ത് അവരുടെ കയ്യിൽ പകരേണ്ട കാര്യമുണ്ട്. ദൈവത്തിന്റെ കയ്യിലില്ലേ? മോശയ്ക്ക് കൊടുത്ത പോലുള്ള പ്രവചനാഭിഷേകം ദൈവത്തിന്റെ കൈകളിലില്ലേ? ഉണ്ട്. പക്ഷേ ദൈവം മോശയ്ക്ക് കൊടുത്ത അഭിഷേകത്തിൽ ദൈവം എല്ലാവർക്കും വേണ്ടതും കൂടെ മോശയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അനേക വിശുദ്ധ ശിഷ്യന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ കൂടെ പകരക്കാരാകുവാനും കൂടെ മോശയുടെ മേൽ നൽകിയപ്പോൾ അവർക്ക് വേണ്ട ഉള്ള അഭിഷേകം കൂടെ നൽകിയിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, എന്റെ മേൽ എന്തൊക്കെ അഭിഷേകമുണ്ടോ, നിങ്ങൾക്ക് പകരപ്പെടേണ്ട അഭിഷേകമുണ്ടോ, അതെന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അത് കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് പകർന്നു തരണം. ഒരു ശിഷ്യനെ വളർത്തുന്നവൻ മാത്രമാണ്, എന്നെ പോലെ അനേകരെ വളർത്തിയെടുക്കുന്നവൻ മാത്രമാണ് സ്വർഗത്തിന്റെ ഒറിജിനൽ. ഹല്ലേലൂയ. എന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പോൾ അവരെല്ലാവരും പ്രവചിക്കുവാൻ തുടങ്ങി. പിന്നീട് ആ പ്രവചന അഭിഷേകം അവരുടെ മേൽ പകർന്നു കഴിഞ്ഞതിന് ശേഷം അവർ പ്രവചിച്ചിട്ടില്ല. കാരണം ആ അഭിഷേകം അപ്പോൾ ആ സമയത്തേക്ക് വേണ്ടി, ഒരു പ്രത്യേക സമയത്തേക്ക് വേണ്ടി മാത്രം നൽകിയ അഭിഷേകമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവർ 70 പേരെ നേതാക്കന്മാരായിട്ട് നിയോഗിക്കുകയാണ്. ആ നേതാക്കന്മാർക്ക് ദൈവീക ശക്തിയും ദൈവിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചൊരു അറിവും അവർക്കുണ്ടാകാനുള്ള പ്രാക്ടീസിന്റെ ട്രെയിനിങ് പീരീഡ് ആയിരുന്നു ആ സമയം. ആ ടൈമിൽ അവരെല്ലാവരും ദൈവീക ശക്തി, ദൈവീക കാര്യങ്ങൾ, ദൈവീക പ്രവചനങ്ങൾ കൈകാര്യം ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, ദൈവം പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, ട്രെയിനിങ് തരും, പ്രവചിക്കാൻ ട്രെയിനിങ് തരും. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആദ്യം രോഗികൾ സൗഖ്യപ്പെടൂല, പക്ഷെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കും. നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരാളുടെ രോഗം മാറി. നമ്മൾ രോഗശാന്തി ശുശ്രൂഷകനായി തീരുകയാണ്. ഹല്ലേലൂയ. ഓരോ സമയവും ദൈവം നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. വചനം പ്രസംഗിക്കാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പുഴയുടെ സൈഡിലും റോഡ് സൈഡിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ചില മരങ്ങളെ നോക്കി, ചില വൃക്ഷങ്ങളെ നോക്കി ഒക്കെ ഞാൻ പരസ്യമായി സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ കൈയടിക്കാനൊന്നും ആളില്ല. പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന സമയമാണ്. ഞാൻ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ചെവിയിൽ ഇങ്ങനെ സുവിശേഷം വരും, ഞാനിതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അന്ന് എന്നെ ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം നമുക്ക് ട്രെയിനിങ് തരും, പ്രവചിക്കാൻ ട്രെയിനിങ് തരും, പിശാചുകളെ ബഹിഷ്കരിക്കാൻ ട്രെയിനിങ് തരും. ആദ്യം നമ്മൾ ബഹിഷ്കരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ പിന്നീട് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. നമ്മൾ എല്ലാത്തിനും പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട് ദൈവം അതിന്റെ നടുവിൽ നിന്ന് ഈ തിന്മയുടെ ശക്തികളെ ശാസിക്കും. എന്റെ പ്രിയമുള്ളവരെ, ചില വാക്കുകൾ, ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചില റിലീസിങ് നടക്കുന്നുണ്ട്, ചില കെട്ടഴിഞ്ഞു പോകുന്നുണ്ട്. ഞാനത് ആത്മാവിൽ കാണുന്നു. ചില വികലതകൾ, വിശ്വാസത്തിന്റെ ചില വികലതകൾ കേട്ടോ. ആത്മാവിൽ വീണ്ടും ജനിച്ച് നിറഞ്ഞ ഒരു ജീവിതത്തിന് നടുവിൽ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല, എല്ലാം ദൈവം ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ, അതാണ് ഈശോയ്ക്ക് പറയാനുള്ളത്, പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. അത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വന്നില്ലേ, നിങ്ങൾ ഭയങ്കര ഭക്തന്മാരൊക്കെ ആയിരിക്കും, നിങ്ങൾ പ്രധാനപ്പെട്ട ആളായിരിക്കും, പക്ഷെ ശക്തി പ്രാപിക്കില്ല. എന്ത് ശക്തി? ഈ ലോകത്തിൽ ഒരു നന്മ നിറഞ്ഞവരെയും ചെല്ലാനോ ഒരു സ്വർഗസ്ഥനായ പിതാവിനും ചെല്ലാനുള്ള ശക്തിയല്ല. അതിപ്പോ ആർക്കും ചെല്ലാം. ഏത് പ്രാർത്ഥനയും പുസ്തകത്തിൽ നോക്കി ആർക്കും വായിക്കാം. അതിന് പരിശുദ്ധാത്മാവൊന്നും വേണമെന്നില്ല കേട്ടോ. അതൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഏത് വ്യക്തിക്കും ഈ ആത്മീയമായ ബാഹ്യമായ കാര്യങ്ങൾ ആർക്കും ചെയ്യാം കേട്ടോ. നമ്മളെ സെമിനാറുകളിൽ ട്രെയിനിങ് അതിനല്ലേ കൊടുക്കുന്നത്, 12-14 വർഷത്തെ ട്രെയിനിങ്. പല കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ട്രെയിനിങ് ആയി കഴിഞ്ഞാൽ അതെല്ലാം അങ്ങനെ ഓട്ടോമാറ്റിക്കലി നടക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, പക്ഷേ
ദൈവത്തിന്റെ ശക്തി സംഭരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണമോ, അതിന് പരിശുദ്ധാത്മ വന്ന് നിറഞ്ഞാലേ മതിയാവൂ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ. ഈ പകർച്ച, കാരണം ഒരു അഭിഷേകത്തിന്റെ നിറവ് ഒരു റേഞ്ച് കഴിഞ്ഞാൽ ദൈവം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നിലയുടെ ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് ദൈവം നമ്മൾ ഉയർത്തി കഴിയുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പകരുന്ന അഭിഷേകവും ശുശ്രൂഷയല്ല. നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകത്തില് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തില് 2 അധ്യായത്തില് അതിന്റെ ഒരു 13-ാം തിരുവചനം ഒന്ന് വായിച്ച്. 2 രാജാക്കന്മാർ 2:13. 2 രാജാക്കന്മാർ 2:13 അല്ലെ? 2 രാജാക്കന്മാർ, അതെ, 2 രാജാക്കന്മാർ 2:13. ഏലീശ അത് പിന്നെ അവൻ ഏലിയാവിന്മേൽ വീണ പുതപ്പെടുത്ത് മടങ്ങി ചെന്ന് യോർദാനരികെ നിന്നു. ഏലിയാവിന്മേൽ കേട്ടെ, അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ ആ പുതപ്പ് അല്ലെങ്കിൽ മേലങ്കിയുമായി ജോർദാന്റെ കരയിൽ ചെന്ന് നിന്നു. ഏലിയാ പ്രവാചകനിൽ നിന്നും എലീശായ്ക്ക് ലഭിച്ച കൈമാറി കിട്ടിയ അഭിഷേക വസ്തുവാണ് പുതപ്പ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇതൊരു ഒരു ഒരു ആ പുതപ്പ് കൊണ്ടാണ് പിന്നീട് പുള്ളി എല്ലാ ശുശ്രൂഷയും ചെയ്തതെന്നൊന്നും അതിനർത്ഥമില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ എലീശായ്ക്ക് നിർബന്ധമാണ്, നിന്റെ ഇരട്ടി പങ്കെനിക്ക് വേണം, നിന്റെ ഇരട്ടി പങ്കെനിക്ക് വേണം, നിന്റെ ഇരട്ടി പങ്കെനിക്ക് വേണം. അങ്ങനെ ഇരട്ടി പങ്കിന് വേണ്ടി ആമുഖമായി കൈമാറിയ, അല്ലെങ്കിൽ ആദ്യമായി കൈമാറിയ, പ്രാരംഭമായി കൈമാറിയ അഭിഷേക വസ്തുവാണ്, അഭിഷേകത്തിന്റെ കൈമാറ്റമാണ് ആ പുതപ്പ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായി പ്രാപിക്കുന്നത് പോലെ തന്നെയാണ് ദൈവം നൽകിയവരിൽ നിന്നും പ്രാപിക്കുന്നത്. ഈ ദൈവം നൽകിയവർ എപ്പോഴും മറ്റൊരാളെ എന്നേക്കാൾ ശ്രേഷ്ഠതയിലേക്ക് നയിക്കാൻ എന്റെ ഹൃദയത്തിൽ ആ ഒരു വിശാലത ഉണ്ടാവണം. കഴിഞ്ഞ നമ്മളെ ശുശ്രൂഷയിൽ പറഞ്ഞതുപോലെ ആ ബഥേലിലെ ആ പ്രായമുള്ള പ്രവാചകന് ആ യൂദായിൽ നിന്ന് വന്ന ആ ചെറുപ്പക്കാരൻ പ്രവാചകനോടുള്ള ഹൃദയ വിശാലത വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്ന് തിരുത്തി വളർത്തി, മോനെ നീ നന്നായിട്ട് ചെയ്തു, ഞാൻ അതിൽ അഭിമാനിക്കുന്നു, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ആശംസിപ്പിക്കേണ്ട അല്ലെങ്കിൽ അനുഗ്രഹിച്ചു വിടേണ്ട ആള് അദ്ദേഹത്തിനെതിരെ കെണിയൊരുക്കിക്കളും. അപ്പൊ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ഒരു ഹൃദയ വിശാലത ഉണ്ടാവണം. എല്ലാവരും വളർത്താനുള്ള മനോഭാവം ഉണ്ടാവണം. എന്റെ എല്ലാ ശുശ്രൂഷ ജീവിതത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ചവിട്ടിക്കൂട്ടുക. ഹല്ലേലൂയ. അദ്ദേഹം ചെയ്തൊരു ശുശ്രൂഷയെ പ്രതി ഒന്ന് ദൈവത്തിന് നന്ദി പറയാൻ. നന്നായിരിക്കുന്നു. നമുക്കത് കേൾക്കാനല്ല, അസൂയ നിമിത്തം ഭിന്നത കൊണ്ടുവന്ന്, വിഭാഗീയത കൊണ്ടുവന്ന്, നിസ്സാര കാര്യങ്ങൾ വലിച്ചു നീട്ടി ഭീകരതകൾ ഉണ്ടാക്കുക. ആ നമ്മളെ പഴയ പ്രവാചകൻ, ബഥേലിലെ വൃദ്ധ പ്രവാചകൻ, ആ സീനിയർ പ്രോഫറ്റ് ചെയ്തതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ആരെയും നമ്മൾ കർത്താവിന്റെ നാമത്തിൽ അസൂയപ്പെടുകയോ തരം താഴ്ത്തുകയോ തടയുകയോ ഒതുക്കി വെക്കുകയോ ചെയ്യരുത്. ഒരാളിൽ കർത്താവിന്റെ പ്രവൃത്തി കണ്ടാൽ ചേർത്ത് പിടിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. അവരെ കർത്താവിന്റെ മുൻപിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാമോ അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്യാതിരുന്നോ, എന്തെല്ലാം ഉപദ്രവം കൊണ്ടുവന്നോ, അവർ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. ഒരു സെന്ററിൽ വെച്ച്, ഒരു ധ്യാന സെന്ററിൽ വെച്ച് 2006 കർത്താവിനോട് പറഞ്ഞു, ഈ ശുശ്രൂഷ നീ ഇവിടെ നിർത്തിക്കോണമെന്ന് പറഞ്ഞു. ഞാൻ കർത്താവിന് പറഞ്ഞതുപോലെ തന്നെ നിർത്തി. എന്റെ പ്രിയമുള്ളവരെ, വലിയൊരു തകർച്ചയാണ് പിന്നീട് ആ ധ്യാന സെന്ററിന് തന്നെ ഉണ്ടായത്. ആ ധ്യാന സെന്റർ നിന്നുപോയി. നല്ല നിലയിൽ കയറി വന്നൊരു ധ്യാന സെന്ററാണ്, നിന്നുപോയി. നമ്മൾ കർത്താവിന്റെ ഒറിജിനലിനെതിരെ ഉപദ്രവം കൊണ്ടുവരരുത്. ഹല്ലേലൂയ. നമ്മള് നമ്മുടെ കർത്താവിന്റെ മുൻപിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഒരു നല്ല മനസ്സ് എനിക്ക് തരണേ, തുറന്ന മനസ്സ് തരണേ, വിശാലതയുള്ള മനസ്സ് തരണേ. കർത്താവിന്റെ കണങ്കാലുള്ള അഭിഷേകമുള്ളവരെ കണ്ടാൽ മുഴുവൻ അഭിഷേകമുള്ളവരെ പോലെ ബഹുമാനിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച്,
അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാന്റെ കരയിൽ ചെന്ന് നിന്നു. ഹല്ലേലൂയ. നമ്മള് നിൽക്കുന്ന സ്ഥലം ശുശ്രൂഷയ്ക്കായി ദൈവം നിയോഗിച്ച സ്ഥലമാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. എവിടെയെങ്കിലും കയറി ശുശ്രൂഷ ചെയ്യരുത്. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും കയറി ശുശ്രൂഷയാന്ന് പറഞ്ഞ് ബൈബിളിലെ 3-4 വചനം എടുത്ത് പ്രസംഗമാക്കരുത്. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുക, കർത്താവ് പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മളത് പഠിക്കുക. അത് നമ്മൾ കർത്താവ് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ സമയത്ത് അത് പകർന്നു കൊടുക്കുക. അതിൽ കർത്താവ് ഭയങ്കര സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് സഭകൾ തമ്മിലുള്ള വഴക്കുകൾ, ശുശ്രൂഷകർ തമ്മിലുള്ള കോമ്പറ്റീഷനുകൾ, എന്തൊക്കെയാണ് സാത്താൻ കളയം വിതയ്ക്കുന്നത്? ശുശ്രൂഷകരുടെ ഒരു ഐക്യമില്ലായ്മ, മാത്സര്യ മനോഭാവം. ഹല്ലേലൂയ. എന്തൊരു അതിന്റെയൊക്കെ ഒരു വല്ലാത്ത കാലമാണിപ്പോ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണ ഒരു കാര്യം, ദൈവം നിർത്തിയെടുത്താണോ നിങ്ങൾ നിൽക്കുന്നത്? അതുകൊണ്ട് എലീശ പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, ജോർദാന്റെ കരയിൽ. അവിടെ തന്റെ ആദ്യ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എന്താണ് ആദ്യ ശുശ്രൂഷ? അവൻ ആ പുതപ്പെടുത്ത് വെള്ളത്തിൽ മേൽ അടിച്ചു. ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു. കണ്ടോ? ഈ പുതപ്പുകൊണ്ട് ഞാൻ ഇനി എന്നാ ചെയ്യണം ഏലിയായേ എന്നും പുള്ളി ചോദിക്കാൻ പോയല്ലോ. വീണതിനെ കുറിച്ച് ഒരു അറിവ് പുള്ളിക്കുണ്ടായിരുന്നു. വീണത് ശുശ്രൂഷയ്ക്കായിട്ടുള്ള വസ്തുവാണ്. അതെവിടെ തുടങ്ങണമെന്നും ആത്മാവിന്റെ ചലനത്തിൽ ആൾ അറിഞ്ഞിരുന്നു. എനിക്ക് ആളെ കുറിച്ച് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ പുതപ്പിന്റെ കേസ് പുള്ളിക്ക് മുമ്പും പരിചയം. പുതപ്പ് വീണാണല്ലോ 12 ഏറ് കാള പൂട്ടിക്കൊണ്ടിരുന്ന എലീശ 12 നിരയിൽ ആളുകൾ കാള പൂട്ട 12 കാളകൾ 12 ആളുകൾ കാള നിരന്ന് നിന്ന് പൂട്ടുകയാണ്. ആദ്യത്തെ ഒരു കാള പൂട്ടുന്നു, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള്, അങ്ങനെ 12ാമത്തെ നിരയിൽ, അതിന്റെ ലാസ്റ്റ് നിരയിൽ നിൽക്കുന്ന കാള പൂട്ടിക്കൊണ്ടിരുന്ന ആളാണ്. ഈ വഴിയുടെ സൈഡിൽ നിന്ന് ഒരു ഏലിയ പ്രവാചകന്റെ പുതപ്പ് ഒരൊറ്റയേറ്. പുതപ്പ്, നിങ്ങളുടെ വീട്ടിലെ പുതപ്പ് നിങ്ങൾ എറിഞ്ഞു നോക്കി, വായിൽ നിന്ന് എറിഞ്ഞു നോക്കി, എത്ര ദൂരം പോകും? എത്ര ബലത്തിൽ എറിഞ്ഞാലും നിങ്ങളുടെ പുതപ്പായിരിക്കണം കേട്ടോ. വലിയ പുതപ്പ് എടുത്ത് നിങ്ങൾ എറിഞ്ഞു നോക്കി, അത് മാക്സിമം പോയാൽ ഒരു 3 ഏറ് കാള പൂട്ടുന്നതിന്റെ ഇടയിൽ അത് വന്ന് വീഴും. കാരണം പുതപ്പിന് അത്രേ ഈ സഞ്ചരിക്കാനുള്ള അതിന്റെ ആ സിസ്റ്റം ഉള്ളൂ, ആ ഒരു സംവിധാനം ഉള്ളൂ ശാസ്ത്രീയമായിട്ട്. ഹല്ലേലൂയ. എന്നാൽ ഏലിയ പ്രവാചകന്റെ മേൽ കിടക്കുന്ന അഭിഷേകം, ഈ പുതപ്പ് എവിടെ ചെന്ന് വീഴണമെന്ന് തീരുമാനിച്ചോ അഭിഷേകം, ആ പുതപ്പിനെ അഭിഷേകം വഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് എലീശ പ്രവാചകൻ ഈ പുതപ്പ് വാങ്ങിച്ചപ്പോൾ അത്യധിക സന്തോഷത്തോടെ ഒരു ശുശ്രൂഷയ്ക്കായി പുതപ്പിനെ കൈകളിൽ എടുക്കും. ഹല്ലേലൂയ. മുൻ പരിചയമാണ്. നമുക്ക് ഒത്തിരി പരിചയം ഉണ്ടാവണം. ദൈവത്തിന്റെ ആത്മാവിൽ പരിചയപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവിൽ സർവീസ് ആരംഭിക്കണം. പെട്ടെന്ന് വന്ന് ഒരു 3-4 വർഷം കൊണ്ട് കുറെ വചനമൊക്കെ പഠിച്ച് പെട്ടെന്ന് ആരംഭിക്കും. ഒരു 10-13 വർഷമെങ്കിലും പ്രവചിച്ച് നല്ല പ്രവചനങ്ങൾ പറയാൻ പറ്റും. അത് കൃത്യമായിട്ടും നമ്മളെ ജെറമ്യ പ്രവാചകന്റെ കാലത്ത് 13ാമത്തെ വർഷം ജെറമ്യയെ തെരഞ്ഞെടുക്കുകയാണ്. വളരെ വലിയൊരു രഹസ്യമാണ് അതൊക്കെ. ഒരു 10-13 വർഷമെങ്കിലും എടുത്ത് പഠിച്ച് ചെയ്ത് ഇതിന്റെ ഇടയിലുള്ള തോൽവികൾ സംഭവിക്കും, അബദ്ധങ്ങളൊക്കെ പറ്റാം. പക്ഷെ അതൊന്നും കർത്താവ് ഗണ്യമാക്കുന്നില്ല. കർത്താവ് ഇന്നത്തെ നമ്മുടെ കുറവിനെ ഗണ്യമാക്കുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് ശുശ്രൂഷിക്കാൻ. ഇനി നമ്മുടെ അവസാന കാലത്ത് എത്ര ഹൈ റേഞ്ചിൽ അഭിഷേക ശുശ്രൂഷ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ, ആ റേഞ്ചിലാണ് വിളിക്കപ്പെട്ട അന്ന് മുതൽ ദൈവം നമ്മളെ നോക്കിക്കാണുന്നത്. ദൈവം നമ്മളെ കാണുന്ന ആ റേഞ്ചിലാണ്. പക്ഷെ നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ വളർച്ചയിലൂടെ വരുമ്പോൾ പല വീഴ്ചകളും ഉയർച്ചകളും അബദ്ധങ്ങളും അഹങ്കാരങ്ങളും സ്വാർത്ഥതകളും ഞാനെന്ന ഭാവങ്ങളും എന്തൊക്കെയോ ആണെന്നുള്ള വലിയ സംഭവമൊക്കെ നമ്മുടെ തലയിൽ കയറി വരാം. പക്ഷെ അതെല്ലാം ഒരു കാലത്ത് പതിയെ കർത്താവിന്റെ ആത്മാവ് തന്നെ, മോനെ ഈ പൊങ്ങച്ചം കൊണ്ടൊന്നൊരു കാര്യമില്ലടാ,
ഈ ഹല്ലേലൂയ എന്നൊന്ന് പറയുന്നത് ഈ ഭയങ്കര സംഭവം ഒന്നും ആക്കുന്നതുകൊണ്ടൊന്നും അല്ല ഒന്നും ആവുന്നത്. ആത്മാവ് ചലിക്കുന്നില്ലെങ്കിൽ ഒന്നും നീ ചലിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഹങ്കാരത്തെ അറുതി വരുത്തും. നമ്മുടെ അഹങ്കാരത്തിന് അറുതി വരുത്തും. നമ്മുടെ ലൈംഗിക ഇച്ഛകൾക്ക്, ലൈംഗിക ആസക്തികൾക്ക്, ലോക ഇമ്പങ്ങൾക്ക്, സ്ഥാനമാനങ്ങൾക്കൊക്കെ കർത്താവ് അറുതി വരുത്തും പരിശുദ്ധാത്മാവ് വഴി. നിരന്തരമായി രണ്ട് കല്ലുകൾ തമ്മിൽ ഇങ്ങനെ ഉരസി മിനുസം വരുന്നത് പോലെ പരിശുദ്ധാത്മാവുമായി നമ്മൾ ഉരസി, അല്ലെങ്കിൽ വേറൊരു പദം പറഞ്ഞാൽ രമിച്ച് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ഉരസലുണ്ടാകണം. പരിശുദ്ധാത്മാവുമായി ഉരസി ആത്മാവ് എങ്ങനെ എന്നെ പണിയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ എന്നെ ആത്മാവ് പണിയാണ്. പെട്ടെന്നൊരു പുസ്തകം വായിച്ചു, അതിന്റെ കുറെ ആശയം കിട്ടുക, എന്നാ ഇത് 4 ആളുടെ മുമ്പ് പ്രസംഗിക്കാം. അങ്ങനെയൊക്കെ ചെയ്ത അബദ്ധമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കുന്ന കാലമത്രയും, ആത്മാവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കുന്ന കാലമത്രയും നമ്മൾ ആത്മാവിൽ വെയിറ്റ് ചെയ്യണം. ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ആത്മാവിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളിൽ എന്തെങ്കിലും കണ്ടു എടുത്തിയാടി ഒന്നും ചെയ്യരുത്. അതിനെ കാത്തു സൂക്ഷിക്കുക. ഇനിയും അതിനൊരു രൂപമാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനിയും അതിനൊരു ക്ലാരിറ്റി വരാൻ സാധ്യതയുണ്ട്. ഇനിയും അതിന് ചിലത് കൂട്ടിച്ചേർക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളിൽ പണി നടക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇതാ അവനത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അദ്ദേഹം പ്രാപിച്ച അഭിഷേകത്തിന് ഒരു ദൈവ സ്വാതന്ത്ര്യം ലഭിച്ചു. അതാണ് അതിന്റെ പ്രത്യേകത. ഇദ്ദേഹത്തിന് ഒരുപാട് വർഷം ഇദ്ദേഹം ഈ ഏലിയ പ്രവാചകന്റെ കൂടെ നടന്ന് കിടന്നുറങ്ങി നടന്ന് ഏലിയ പ്രവാചകൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട കാലമായപ്പോൾ പ്രവചനാത്മാവിൽ ഇദ്ദേഹത്തിന് വെളിപാടുണ്ടായി, ഏലിയ പ്രവാചകൻ മാറാൻ പോവുകയാണ്. അതിനെ തുടർന്നാണ് ഇദ്ദേഹം ഏലിയ പ്രവാചകന്റെ പുറകെ എലീശ പിന്തുടർന്നത്. അതിന്റെ 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒത്തിരി അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ 1-ാം അധ്യായത്തിലല്ല, അതിന്റെ 2-ാം അധ്യായത്തിൽ 1 മുതൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നോക്കണം. അവിടെയെല്ലാം ഒരിക്കൽ ജെറീക്കോയിലേക്ക് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഏലിയ പ്രവാചകൻ ജെറീക്കോയിലേക്ക് പോകുന്ന ഒരു സംഭവം. അവിടെ കുറെ പ്രവാചകഗണം ഉണ്ടായിരുന്നു. അവർക്ക് ദൈവാത്മാവിന്റെ പ്രവചനം ഉണ്ടായി. ഏലിയ പ്രവാചകനെ കണ്ടപാട് ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്ന എലീശയോട് പറഞ്ഞ്, എലീശ, നിനക്കറിയാവോ, ഞങ്ങൾ ആത്മാവിൽ കാണുന്നു, അറിയുന്നു, നിന്റെ ഗുരു നിന്നിൽ നിന്ന് എടുക്കപ്പെടും. അന്നേരം എലീശ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കണത്, എനിക്കറിയാം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം, നാളുകൾ എടുത്ത് ഏലിയ പ്രവാചകന്റെ കൂടെ നടന്ന് പ്രാപിച്ചെടുത്ത ഒരു അഭിഷേകം. നമ്മൾ വിചാരിക്കും പുതപ്പ് വീണപാട് ഏലിയ പ്രവാചകന്റെ അഭിഷേകം എലീശായാലും ഒരിക്കലും അല്ല. അങ്ങനെയല്ല അതിന്റെ ഇത് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുത്. ഏലിയ പ്രവാചകന്റെ കൂടെ നടന്ന് ശീലം വന്ന്, പഴക്കം വന്ന് അങ്ങനെ ചിലത് പ്രാപിച്ചെടുത്തതിന് ശേഷമാണ് ആ പുതപ്പിനെ കുറിച്ചും ഏലിയ പ്രവാചകന്റെ മേലുള്ള അഭിഷേക ശുശ്രൂഷകളുടെ വൈവിധ്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യം ലഭിച്ചിട്ടാണ് എലീശ പ്രവാചകൻ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ സമയമെടുപ്പിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതെല്ലാം സ്ട്രോങ് അല്ലെ, എന്താ പറയാ, ഒരു അസാധാരണ നിലയിലുള്ള ശുശ്രൂഷയായിട്ട് അതിന് ദൈവം പുറത്തെടുക്കും. എടുത്തിയാടി ഒന്നും ചെയ്യരുത്. എല്ലാത്തിനും കർത്താവിന്റെ ഒരു സമയമുണ്ട്. നമ്മൾ എത്ര തന്നെ പ്രാപിച്ചാലും എടുത്തിയാടി ഒന്നും ചെയ്യരുത്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ 1000 ശുശ്രൂഷകൾ ചെയ്യണമെന്നില്ല കർത്താവിന്. കർത്താവ് പറയുന്ന 2 ചെയ്താൽ മതി. അത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും ചെയ്യാൻ പറ്റാത്ത റിസൾട്ട് ആ 2 ശുശ്രൂഷയ്ക്കുള്ളിൽ വെളിപ്പെടും. ആ 2 ശുശ്രൂഷ ഏത് രാജ്യത്താണ് എവിടെയാണ് നടക്കുന്നത്, ആ ശുശ്രൂഷ പിന്തുടർന്നുകൊണ്ടിരിക്കും. ആ ശുശ്രൂഷ നടന്ന നിമിഷത്തിൽ തന്നെ അവിടെ ശിഷ്യന്മാർ എഴുന്നേൽക്കും. ഇങ്ങനെയൊക്കെ കുറെ മഹനീയതകളുണ്ട് കർത്താവിന്. ആ ശുശ്രൂഷ ഒരിക്കലും നിലയ്ക്കില്ല. അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നായിക്കപ്രബലച്ചനും പനക്കലച്ചനോടെയൊക്കെ ചെയ്ത ശുശ്രൂഷ ഇന്ന് ലോകവ്യാപകമായി. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതിന്
എവിടെയാണോ ഞാൻ പകരേണ്ടത്, എവിടെയാണോ ഞാൻ കൈകാര്യം ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് അറിവും ബോധ്യവും നിർബന്ധവും നമുക്കുണ്ടാകണം. ആരും പറഞ്ഞതുകൊണ്ട് ആരും ഒന്നും ചെയ്യരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിർബന്ധിക്കുന്നു എങ്കിൽ മാത്രമേ ആ ശുശ്രൂഷ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ എസ്കേപ്പ് ആവണം. എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്. നാളെ എനിക്ക് ഒരു ശുശ്രൂഷയുണ്ട് തൃശ്ശൂർ ജില്ലയിൽ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിച്ചാൽ മാത്രം അത് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ ശുശ്രൂഷ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ശുശ്രൂഷ ഇല്ല എന്ന് അർത്ഥമില്ല. നമ്മളിൽ കിടക്കുന്ന അഭിഷേകം എപ്പോഴും പ്രവർത്തന നിരതമായ അഭിഷേകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ, ലോകം മുഴുവനിന്റെ മേൽ പരിശുദ്ധാത്മാവേ അങ്ങനെ അഭിഷേകം ചലിക്കണമേ, ഈ അഭിഷേകം ലോകവ്യാപകമായി മൂവ് ചെയ്യണമേ എന്ന് പറയുമ്പോൾ നമ്മളിലുള്ള അഭിഷേകം അമേരിക്കയിലേക്ക് കടന്നു ചെല്ലും. അവിടെയുള്ള ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. എല്ലായിടത്തും നമ്മൾ പോകണമെന്നില്ല. നമ്മൾ പോകാതെ തന്നെ നമ്മുടെ മേലുള്ള അഭിഷേകത്തിന് രാജ്യങ്ങളിലേക്ക് കടന്നു എന്ന് പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോ എന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഏതൊക്കെ ദൈവദാസന്മാർ എവിടെയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, ഞാൻ കുറെ വർഷങ്ങളായി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭാഷാവരത്തിൽ ഒരു ആഫ്രിക്കക്കാരൻ, ഒരു സുവിശേഷകൻ, TB ജോഷുവ എന്ന് പറഞ്ഞ ഒരു ആഫ്രിക്കക്കാരൻ സുവിശേഷകൻ, അദ്ദേഹം ഈ കഴിഞ്ഞ വർഷം എന്താ മരിച്ചു, കൊറോണ സമയത്ത് എപ്പോഴും മരിച്ചുപോയി. അദ്ദേഹം ഞാൻ പറയുന്ന അതേ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കും. ഞാൻ ഒരു ദിവസം യൂട്യൂബിൽ എവിടെയോ കേട്ടപ്പോൾ എന്നെ അതിശയിപ്പിച്ചു. അദ്ദേഹത്തിന് എനിക്ക് പരിചയമില്ല, എന്നെ അദ്ദേഹത്തിന് പരിചയമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇത് കണ്ടോ, അവരുടെ മേൽ ആ വീണ അഭിഷേകം ആരുടെയൊക്കെയോ മേൽ നിന്ന് പകരപ്പെട്ടതാ. എന്റെ മേൽ വീണ അഭിഷേകം ആരുടെ മേൽ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെയോ പകരപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ആരും ഒറ്റയ്ക്കൊരു ദൈവരാജ്യ ശുശ്രൂഷയില്ല കേട്ടോ. എത്ര വലിയ ധ്യാനഗുരു, എത്ര വലിയ സുവിശേഷകനും, എത്ര വലിയ ആത്മീയ ഗോളത്തിൽ ശക്തരായി നിൽക്കുന്ന ഓരോ ശുശ്രൂഷകനും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഒറ്റയ്ക്കൊന്നുമല്ല ഈ ശുശ്രൂഷയുടെ മുൻനിരയിലേക്ക് വന്നത്. ദൈവം അനേകരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചാണ് ദൈവം നിങ്ങളെ മുന്നിലേക്ക് തെരഞ്ഞെടുത്ത്. തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ പ്രത്യേകതയാണ്. അതാണല്ലോ സാമുവേൽ പ്രവാചകൻ ജസയുടെ മക്കളിൽ നിന്ന് ദാവീദിനെ മാത്രം തെരഞ്ഞെടുത്ത്. ദാവീദിനെ കാണാൻ വലിയ കോമളനൊന്നും അല്ലാത്ത ദാവീദിനെ രാജാവായി ദൈവം നിയോഗിച്ചു. അപ്പോ ദൈവം സ്പെഷ്യലൈസ് ചെയ്ത് ചിലരെ പുറത്തെടുക്കുമ്പോൾ ആ സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയ ആള് വിചാരിക്കരുത് ഞാൻ വലിയ സംഭവമാണെന്ന്. ഒരിക്കലും അല്ല. ഈ ഭൂമിയിൽ ആരും ഒറ്റയ്ക്കല്ല. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു ദർശനം തന്നിരുന്നു. ആ ദർശനം ഇതാണ്: ഒരു വയലിൽ കൊയ്ത്ത് നടക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനോട് പെട്ടെന്ന് പറഞ്ഞു, ഈ വയലിൽ വിതച്ചത് വേറൊരാളാണ്, കൊയ്യുന്നത് വേറൊരാളാണ്, മെതിക്കുന്നത് വേറൊരാളാണ്, വളമിറക്കിയത് വേറൊരാളാണ്. ഇത് ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഈ നെൽമണികൾ ശേഖരിക്കുന്ന വേറൊരു സ്ഥലത്താണ്. ഇങ്ങനെ അനേകരെ കൂട്ടിയാണ് ഈ വയലിൽ കൃഷി ഇറക്കുകയും ഈ വയലിൽ നിന്ന് കൊയ്തെടുക്കുകയൊക്കെ ചെയ്യുന്നത് പോലെയാണ് എന്റെ ദൈവരാജ്യ ശുശ്രൂഷ എന്ന് ഇതിന്റെ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിരുന്നു. അതിലേക്കാണ് പരിശുദ്ധാത്മാവ് നയിച്ചെത്തിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥനയോടെ എല്ലാവരും ഈ ശുശ്രൂഷയിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് വേഗം വരിക. നമുക്ക് ശക്തമായി അല്പനേരം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. നാളെ എനിക്ക് ഒരു ശുശ്രൂഷയുണ്ട്. എല്ലാവരും എന്നെ സഹായിച്ച് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. എല്ലാവരും ശക്തിയോടെ നമുക്ക് ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കാം.